കാനു വഹാബികളായിരുന്നു, സലഫികളായിരുന്നു. യദ്ബഹൂന സ്വഗീറ, ചെറിയ കുഞ്ഞുങ്ങളെ അർത്തുകൊന്നിരുന്നു. അലാ സ്വദരി ഉമ്മിഹി, ഉമ്മാന്റെ നെഞ്ഞത്ത് പാല് കുടിച്ചിരുന്ന ചെറിയ കുഞ്ഞുങ്ങളെ ഈ സലഫികൾ എന്ന് പറയുന്ന വിഭാഗം, ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലുള്ളവർ അല്ലെങ്കിൽ അയാളെ അനുയായികൾ, ഇത് ഹിജ്റ 1217 ഹിജ്റ വർഷം 1217 ത്വായിഫ് അറ്റാക്ക് ചെയ്യുകയും അവിടെയുള്ള ഇബ്നു അബ്ബാസിന്റെ ദർഗനെ പൊളിക്കുകയും എന്നിട്ട് അവിടെ ആളുകളെ കൊന്നു. വനഹബുൽ അംവാല, എന്നിട്ട് മുതലിനെ പിടിച്ചെടുത്തു. വസബഉൻ നിസാ, പെണ്ണുങ്ങളെ പിടിച്ചു ബന്ധാക്കി. ആരെ? സുന്നികളെ. വഹദമു ഖുബ്ബത സയ്യിദിന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ദർഗ ഉണ്ടായിരുന്നു, ആ ദർഗ പൊളിച്ചു. എന്നിട്ടോ വദബഹു, കേൾക്കാൻ നിങ്ങൾ, വദബഹു സലഫികൾ അർത്തുകൊന്നു. അലാ ഖബ്രിഹി, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസിന്റെ ഖബറിലെടുത്ത് നഹ്വ 70,000 സുന്നി മുസ്ലിമീങ്ങളെ സലഫികൾ അർത്തുകൊന്നു. കേട്ടല്ലേ, അറുത്താണ് കൊന്നു. ഈ ഉലൂഹിയത്ത് അല്ലെ, ഉലൂഹിയത്തിനുള്ള മൃഗങ്ങളൊക്കെ അറുക്കണ പോലെയാണ് കൊന്നതാക്കാരം. മൂപ്പരിങ്ങനെ വായിക്കണം. അപ്പൊ ഇത് കേൾക്കുമ്പോ അല്ലാ, എന്താ കിതാബിലെ പൊന്നാര മുസ്ലിയാർ, ആ കിതാബ് ഏതാ കിതാബ്? ആരാണോ ഈ കള്ളക്കഥ ഉണ്ടാക്കിയത് അവർ തന്നെ എഴുതിയ കിതാബല്ലേ അല്ലേ? ഇത് ഷിയാക്കളെ കള്ളക്കഥയല്ലേ? സലഫികളെ പ്രമാണങ്ങൾ കൊണ്ട്, യഥാർത്ഥ ആദർശം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ലോകത്ത് ഷിയാക്കളും സൂഫികളും ബറേൽവികളും മെനഞ്ഞുണ്ടാക്കിയ കള്ളക്കഥ ഇങ്ങനെ വായിച്ച് അർത്ഥം വെച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ നിങ്ങൾ കാണിച്ച തൊലിക്കട്ടി അപാരം, പച്ച നുണയാണ് കൂട്ടരെ. ഇവിടെ ബഹുമാനായ സുഹൃത്ത് ഷമീർ സൂചിപ്പിച്ചല്ലോ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ചരിത്രം സൂചിപ്പിച്ചില്ലേ? ഒന്ന് പഠിക്കൂ പ്രിയപ്പെട്ടവരെ. ഈ മുസ്ലിയാക്കന്മാരുടെ നുണകൾ കേട്ട് നടക്കാതെ, അവർ ഛർദിക്കുന്ന കളവുകൾ കേട്ട് അന്ധമായി വിശ്വസിച്ചു പോകാതെ ഒന്ന് കേൾക്കൂ നിങ്ങൾ. ആരായിരുന്നു എന്തിനായി നുണ പറയുന്നത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വലാ തഖുഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ നിന്ന് പോകരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുവാദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. കണ്ണും കാതും മനസ്സും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നാൾ വിദൂരത്തല്ല മുസ്ലിയാരെ, വിദൂരത്തല്ല. ഈ കളവ് എഴുതി കൂട്ടിയ ആളും അത് പ്രചരിപ്പിച്ചവരും നിങ്ങളെപ്പോലെ വായിച്ചവരും പ്രസംഗിച്ചവരും നാളെ ഇതാരാണോ, ആരെ പേരിലാണോ അവരെല്ലാം ഹാജരാക്കപ്പെടുന്ന സ്ഥലത്ത് ഹാജരാക്കപ്പെടും. ആ കോടതിയിലേക്ക് ഞങ്ങൾ വിടുകയാണ്, പരലോകത്തേക്ക് വിടുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞല്ലോ, സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം, ഇത് വമ്പിച്ച കെട്ടുകഥയാണ്. ജീവിതകാലത്ത് ഷെയ്ഖ് പറഞ്ഞ കാര്യമാണ്, ഇത് വമ്പിച്ച കെട്ടുകഥയാണ്. ഈ കെട്ടുകഥയിൽ കുടുങ്ങിപ്പോകരുതേ പ്രിയപ്പെട്ടവരെ, കുടുങ്ങിപ്പോകരുത്. ലോകത്ത് ഷിയാക്കൾ എത്ര പേരെയാണ് കൊന്നൊടുക്കിയത്? കയ്യും കണക്കുമുണ്ടോ? ഷിയാക്കൾ കൊന്നൊടുക്കിയതിന് അവർ കാണിച്ച വർഗീയത, അവർ കാണിച്ച തീവ്രത, അവർ കാണിച്ച ഭീകരത ഇന്നും തീർന്നിട്ടില്ല. ആ ഷിയാക്കൾക്ക് ഓശാന പാടുന്ന, ഒത്താശ പാടുന്ന, പച്ചപ്പരവതാനി വിരിച്ചു കൊടുക്കുന്ന മുസ്ലിയാക്കന്മാരെ, സലഫികളെ, അഹ്ലുസുന്നയെ ഈ രൂപത്തിൽ നുണ പറഞ്ഞ് വേട്ടയാടുന്ന പരിപാടി അവസാനിപ്പിക്കണം. അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് പ്രാമാണികമായി വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞങ്ങൾ അംഗീകരിക്കാം. ഒരു മുസ്ലിയാര് പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ അംഗീകരിക്കാനുള്ള മടിയൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾ അംഗീകരിക്കും. മുസ്ലിയാർക്ക് അതിന് അന്തണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും, ഒരു സംശയമല്ല. പക്ഷെ മുസ്ലിയാർ പറഞ്ഞ എന്താകരുത്, ഇസ്ലാം അല്ലാത്ത കാര്യമാകരുത്, അപ്പം അംഗീകരിക്കൂല, അപ്പം ഞങ്ങൾ പ്രതികരിക്കും. എന്തിനാണ് ഈ രൂപത്തിലുള്ള കളവുകൾ സമൂഹത്തോട് നിങ്ങൾ പറയുന്നത്? അതുകൊണ്ട് അവസാനിപ്പിക്കുക. ഇത് കേട്ട് വിശ്വസിച്ചു പോയ സാധാരണക്കാരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. മുസ്ലിയാരെ, ഈ സ്ഥലം തുഹദ്ദിസു അഖ്ബാറഹാ, അതിന്റെ വാർത്ത പറയുന്ന ഒരു ദിനം അത് പരലോകത്ത് വരാനുണ്ട്. ഈ സ്ഥലം നിങ്ങൾക്കെതിരെ സാക്ഷിയാകും. ആ ഓർമ്മ നിങ്ങൾക്കുണ്ടാകട്ടെ. പിന്നെ നേർച്ച നമ്മൾ ചർച്ച നടത്തി.